Dear Homo sapiens, welcome to my channel. അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയമാണ് ക്രിയേറ്റിൻ. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ക്രിയേറ്റിൻ ഒരു സപ്ലിമെൻ്റ് ആണ്. നമ്മുടെ പോലെ ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു MDMA ആണ് ക്രിയേറ്റിൻ. ഞാൻ വെറുതെ പറഞ്ഞല്ലോ, സോറി. ഇതിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റിൻ്റെ ബേസിക് മെക്കാനിസം, എങ്ങനെയാണ് ക്രിയേറ്റിൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ, പിന്നെ അതേപോലെ തന്നെ ക്രിയേറ്റിനെ കൊണ്ട് എന്താണ് ഉപകാരം, ക്രിയേറ്റിൻ ആർക്കൊക്കെ യൂസ് ചെയ്യാം, ഇതൊക്കെയാണ് ചെറുതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വലിയ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ബാക്ക് വർക്കൗട്ടിലോട്ട് പ്രൊസീഡ് ചെയ്യാം. ക്രിയേറ്റിൻ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻ്റ് ആണ്. ഇപ്പോൾ ക്രിയേറ്റിൻ്റെ കെമിക്കൽ ഓർഗാനിക് സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ സയൻസൊക്കെ അറിയാവുന്ന പിള്ളേർക്കാണെങ്കിൽ ഈ ഒരു ഓർഗാനിക് സ്ട്രക്ചർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് വന്നിട്ട് കാർബോക്സിലിക് ഗ്രൂപ്പ്, ഞാൻ +2 പഠിച്ച സാധനമായിരുന്നു. അപ്പോൾ എന്തോ ഇതൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ക്രിയേറ്റിൻ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിയേറ്റിൻ ബേസിക്കലി എല്ലാ ഫുഡിലും അവൈലബിൾ ആണ്. അതായത് ക്രിയേറ്റിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് നമുക്ക് ഏത് മീറ്റ് ഐറ്റംസ് എടുത്തോ, വെജിറ്റബിൾസ്, ഏതൊരു ഇതിലെടുത്താലും അതിൻ്റെതായ ഒരു ചെറിയ അളവിൽ ക്രിയേറ്റിൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ എന്തിനാ ക്രിയേറ്റിൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ക്രിയേറ്റിൻ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്, ബേസിക്കലി ക്രിയേറ്റിൻ്റെ ആ ഒരു ഫങ്ഷൻ എങ്ങനെയാണ്, അതാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിൻ്റെ മെക്കാനിസം ഒരു ബ്രീഫായിട്ടുള്ള മെക്കാനിസമാണ്. ഇത് കൂടാതെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോയാൽ കുറേ ഉണ്ട് പഠിക്കാൻ. അപ്പം ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഓവറോൾ പിക്ചർ മാത്രമേ ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിൻ പ്ലസ് ATP എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു സാധനമാണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ATP എന്ന് പറഞ്ഞാൽ എന്താണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, അതും ഒരു ഓർഗാനിക് സ്ട്രക്ചറാണ്. അപ്പോൾ ATP എന്ന് പറയുന്നത് നമുക്ക് എനർജി കൊടുക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ATP ഉണ്ടെങ്കിൽ നമുക്ക് കോൺട്രാക്ഷൻ ചെയ്യാൻ പറ്റും, മസിൽസ് കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ATP നമ്മുടെ മസിൽസിലുണ്ട്. അപ്പോൾ ക്രിയേറ്റിൻ ഓൾറെഡി നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന ക്രിയേറ്റിൻ ഈ ATP ആയിട്ട് റിയാക്ട് ആവും. ഓക്കെ, എന്നിട്ട് എന്ത് പറ്റും, ക്രിയേറ്റിൻ കൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം അത് അവിടെ ഇടപെടും. ഓക്കെ, ആ ക്രിയേറ്റിൻ കൈനേസ് എന്ത് ചെയ്യും, ഈ ക്രിയേറ്റിൻ പ്ലസ് ATPന് ഒരു എന്തൊക്കെയോ റിയാക്ഷനൊക്കെ കാണിച്ച ശേഷം ഇതെന്തായി മാറും, ഫോസ്ഫോ ക്രിയേറ്റിൻ പ്ലസ് ADP. ഓക്കെ, അപ്പോൾ ADP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പോൾ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ട്, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ഉണ്ട്. ഈ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇപ്പോൾ ഡൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈ നമുക്ക് ATP നിന്ന് മാറി ഈ ക്രിയേറ്റിൻ കൈനേസ് വഴി എന്തോ സംഭവിച്ച ശേഷം അവിടെ നിന്ന് ഈ ഒരു എക്സ്ട്രാ ഒരു 3ാമത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അവിടെ നിന്ന് വിട്ടുമാറി. ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈ ക്രിയേറ്റിനായിട്ട് അറ്റാച്ച് ചെയ്യും, അതായത് ഈ ഒരു സ്ട്രക്ചറായിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സാധനവും ഈ ഒരു ക്രിയേറ്റിനും പ്ലസ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിൻ്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫോസ്ഫോ ക്രിയേറ്റിൻ പ്ലസ് ATP നിന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പോയി, അപ്പോൾ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, അതായത് ADP. അപ്പോൾ ഈ ഫോസ്ഫോ ക്രിയേറ്റിൻ നമ്മുടെ ശരീരത്തിലുണ്ട്. ഓക്കെ, നമ്മുടെ മസിൽസിൻ്റെ അകത്തുണ്ട്, ഈ സാധനം ഉണ്ട്, ഫോസ്ഫോ ക്രിയേറ്റിൻ ഉണ്ട്, ഓൾറെഡി അവൈലബിൾ ആണ്. എല്ലാ മനുഷ്യ മൃഗങ്ങളുടെയൊക്കെ ശരീരത്തിൽ മസിൽസിൻ്റെ അകത്ത് ഈ ഒരു ഫോസ്ഫോ ക്രിയേറ്റിൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോസ്ഫോ ക്രിയേറ്റിൻ PCR എന്ന് പറയും ഷോർട്ട് ഫോമിന്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഡ്യൂറിങ് മസ്കുലർ കോൺട്രാക്ഷൻ, അതായത് മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ, അപ്പോൾ ഞാനിപ്പോൾ ബൈസപ്പ് കേൾ ചെയ്യുമ്പോൾ എന്താ പറ്റുക, മസിൽസിൻ്റെ ബൈസപ്സ് കോൺട്രാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ ATP ഈസ് ബീൻ യൂട്ടിലൈസ്ഡ്. ഓക്കെ,
അതായത് ഈ മസിൽ കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ATP വേണം, അതായത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അവിടെ ഇടപെട്ടാലേ ഈ കോൺട്രാക്ഷൻ നടക്കുകയുള്ളൂ. അതെന്തോ ഒരു ഇലക്ട്രോലിറ്റിക് റിയാക്ഷൻ എന്തൊക്കെയോ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ കോൺട്രാക്ഷൻ പറ്റുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ക്രിയേറ്റിൻ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ബൈസെപ്പ് കേൾ അടിച്ചു. അപ്പോൾ ഞാൻ ബൈസെപ്പ് കേൾ അടിക്കുമ്പോൾ എന്താ പറ്റുന്നത്? ATP അവിടെ യൂട്ടിലൈസ് ആവും അല്ലേ? ബൈസെപ്പ് നമ്മൾ മസിൽസ് കോൺട്രാക്റ്റ് ആകുമ്പോൾ ATP അവിടെ യൂട്ടിലൈസ് ആവും. ഇനി എൻ്റെ ശരീരത്തിലുള്ള ATP പ്രൊഡക്ഷൻ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. അപ്പോൾ ബോഡി വേറെ കുറേ മെക്കാനിസം വഴി ATP ശരീരത്തിൽ നിന്ന് ഉണ്ടാക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ അത് ചെറുതായിട്ടൊരു ചടങ്ങായ പ്രോസസ്സാണ്. വേറെ മെത്തേഡിലൂടെ ATP ഉണ്ടാക്കാം, മൈറ്റോകോൺട്രിയയിൽ നിന്നൊക്കെ ATP എക്സ്ട്രാ, അത് ഇച്ചിരി ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആവറേജ് ലെവലിൽ ഫോസ്ഫോക്രിയേറ്റിൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്തു. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഈ ഫോസ്ഫോക്രിയേറ്റിന് ക്രിയേറ്റിൻ കൈനേസ് വഴി, അതായത് ക്രിയേറ്റിൻ കൈനേസ് എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. അപ്പോൾ അതൊരു റിവേഴ്സ് റിയാക്ഷൻ നടക്കും. അതായത് ക്രിയേറ്റിൻ കൈനേസ് ആയിട്ട് ഇടപെട്ട ശേഷം ക്രിയേറ്റിൻ പ്ലസ് ATP കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് ATP കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങോട്ടും ഒരു റിയാക്ഷൻ ഉണ്ട്. അതായത് ക്രിയേറ്റിൻ പ്ലസ് ATP ക്രിയേറ്റിൻ കൈനേസ് വഴി ഫോസ്ഫോക്രിയേറ്റിനാവും. ഫോസ്ഫോക്രിയേറ്റിന് ക്രിയേറ്റിൻ കൈനേസ് വഴി ക്രിയേറ്റിനും ATPയും കൊടുക്കും. അപ്പോൾ രണ്ട് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇറിവേഴ്സിബിൾ, നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അങ്ങോട്ട് പോകാൻ പറ്റും, ഇങ്ങോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഈ ഫോസ്ഫോക്രിയേറ്റിൻ്റെ അളവ് കുറയും. ഓക്കെ, നോർമലി കുറയും. അപ്പോൾ കുറയുമ്പോൾ ക്രിയേറ്റിൻ ആ റിവേഴ്സ് റിയാക്ഷൻ വഴി നമുക്ക് ATP അത്ര അവൈലബിൾ ആയിട്ട് കിട്ടൂല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി വേറെ മെത്തേഡിലൂടെ ATP റിലീസ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിലോട്ട് പോകാതെ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ബോഡി ഇൻ കേസ് നമുക്കിപ്പോൾ ക്രിയേറ്റിൻ സപ്ലിമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോസ്ഫോക്രിയേറ്റിൻ്റെ അളവ് കൂടും. ഓക്കെ, നമ്മൾ ക്രിയേറ്റിൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോസ്ഫോക്രിയേറ്റിൻ്റെ അളവ് കൂടും. ഇനി നമ്മളൊരു ഹെവി ഇൻറ്റൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഫോസ്ഫോക്രിയേറ്റിൻ ഓൾറെഡി സ്റ്റോർഡ് ആണ് നമ്മുടെ ബോഡിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെവി ഇൻറ്റൻസ് വർക്ക് ചെയ്യുമ്പോൾ ATP എന്തായാലും അവിടെ ഇൻക്രീസ് ആവും അല്ലേ? ATPയുടെ ലെവൽ കൂടും. അപ്പോൾ നമുക്ക് ആ ലാസ്റ്റത്തെ റെപ്പിറ്റേഷനൊക്കെ അടിക്കുമ്പോൾ അവിടെ ATPൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ഈ എടുത്ത ക്രിയേറ്റിൻ എന്ത് പറ്റും? ഈ ഫോസ്ഫോക്രിയേറ്റിനായിട്ട് ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ മസിൽസിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ ഫോസ്ഫോക്രിയേറ്റിൻ റിവേഴ്സിബിൾ റിയാക്ഷൻ വഴി ATP ആയിട്ട് നമുക്ക് ആ എക്സ്ട്രാ റെപ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ക്രിയേറ്റിൻ സപ്ലിമെൻറ്റേഷൻ വർക്ക് ചെയ്യുന്നത്. അതായത് ക്രിയേറ്റിൻ സപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ക്രിയേറ്റിൻ സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ബോഡിയിലുള്ള ഫോസ്ഫോക്രിയേറ്റിൻ്റെ ലെവൽ കൂടും. ആ ഒരു ഫോസ്ഫോക്രിയേറ്റിൻ്റെ ലെവൽ കൂടുമ്പോൾ എന്താ പറ്റുക? നമുക്ക് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുമ്പോൾ ഫോസ്ഫോക്രിയേറ്റിൻ്റെ ആ ലെവൽ കുറയൂല, അത്ര പെട്ടെന്ന് കുറയൂല. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള ATP പ്രൊഡക്ഷൻ. നോർമലി നമ്മൾ ക്രിയേറ്റിൻ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫോസ്ഫോക്രിയേറ്റിന് പെട്ടെന്ന് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ATPയുടെ പ്രൊഡക്ഷനും കുറയും. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഇഫ് ദർ ഈസ് സഫിഷ്യൻറ്റ് ഫോസ്ഫോക്രിയേറ്റിൻ ഡ്യൂ ടു ക്രിയേറ്റിൻ സപ്ലിമെൻറ്റേഷൻ. അതായത് ഫോസ്ഫോക്രിയേറ്റിന് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് ഓൾറെഡി ഡ്യൂ ടു ക്രിയേറ്റിൻ സപ്ലിമെൻറ്റേഷൻ. ദെൻ ആസ് എ റിസൾട്ട് ദാറ്റ് സ്റ്റോർഡ് ഫോസ്ഫോക്രിയേറ്റിൻ ഗെറ്റ്സ് കാറ്റലൈസ്ഡ് ബൈ ക്രിയേറ്റിൻ കൈനേസ് ആൻഡ് ദെൻ പ്രൊഡ്യൂസസ് ATP. ഓക്കെ, അപ്പോൾ ഹെവി ഇൻറ്റൻസ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഫോസ്ഫോക്രിയേറ്റിൻ അവിടെ ആവശ്യമാണ്. അപ്പോൾ ഫോസ്ഫോക്രിയേറ്റിൻ പെട്ടെന്ന് തീർന്നു പോയാൽ നമുക്ക് ഹെവി ഇൻറ്റൻസ് വർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത്രയും റെപ്പിറ്റേഷൻസ് പുഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോസ്ഫോക്രിയേറ്റിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ലാസ്റ്റ് 2 to 3 റെപ്സ് ആ ഫെയിലിയർ വരെയൊക്കെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്രിയേറ്റിൻ യൂസ് ചെയ്യുന്നത് ആസ് എ സപ്ലിമെൻറ്റ്. ക്ലിയർ അല്ലേ? ഞാൻ ബിഗിനേഴ്സിനെ പറ്റിയുള്ള ഒരു പോയിന്റാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ബിഗിനേഴ്സ് ട്രൈ ടു ട്രെയിൻ വിത്തൗട്ട് ക്രിയേറ്റിൻ. ഓക്കെ, ആൻഡ് ട്രൈ ടു മാക്സിമൈസ് ദ എഫിഷ്യൻസി ഓഫ് യുവർ നാച്ചുറൽ ഫോസ്ഫേജൻ സിസ്റ്റം. ഞാനിവിടെ ബോക്സിൽ എഴുതിയിട്ടുണ്ട് നാച്ചുറൽ ഫോസ്ഫേജൻ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഫോസ്ഫോക്രിയേറ്റിൻ അവൈലബിൾ ആണ്, നമ്മുടെ ബോഡിയിൽ ഫോസ്ഫോക്രിയേറ്റിൻ ഉണ്ട്. അപ്പോൾ ഈ ബിഗിനേഴ്സ് എന്താ ചെയ്യുക? അവർ ജിമ്മിൽ വന്ന ഉടനെ തന്നെ ഒരു മാസമായിട്ടുണ്ടാവില്ല, അപ്പോൾ തന്നെ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ അവന്മാർ ക്രിയേറ്റിൻ അടിക്കും. അപ്പോൾ ക്രിയേറ്റിൻ അടിക്കുമ്പോൾ
ഇവർക്ക് ഓൾറെഡി ഫോസ്ഫോ ക്രിയേറ്റിൻ അവിടെ ബോഡിയിലുണ്ട്, അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ എന്തിനാ ക്രിയേറ്റിൻ യൂസ് ചെയ്യുന്നത്? നമുക്ക് ആ ഹെവി ഇൻറ്റൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ബിഗിനേഴ്സിന് മസിൽ മെച്യൂരിറ്റി വന്നിട്ടില്ല, അവരെന്താ ചെയ്യുക? അവർ ഡയറക്റ്റ് ക്രിയേറ്റിൻ അടിച്ചാൽ അതിനൊരു എഫക്റ്റും ഇല്ല. ഓക്കെ, ഞാൻ പറയുന്നില്ല അവൻ്റെ കിഡ്നി ഒന്നും അടിച്ചു പോകുന്നത്, അങ്ങനെയല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നൊരു ഗുണമില്ല. ബിക്കോസ് അവർക്ക് ആ ഒരു മസിൽ മെച്യൂരിറ്റി വന്നിട്ടില്ല. അതേപോലെ അവർ എക്സസൈസിലൊന്നും കൂടുതൽ എന്താ പറയുക, എക്സസൈസ് ഒന്നും കൂടുതൽ അവർ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ക്രിയേറ്റിൻ യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ബിഗിനേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ സ്റ്റേ അവേ ഫ്രം ക്രിയേറ്റിൻ. ഓക്കെ, സ്റ്റേ അവേ ഫ്രം ക്രിയേറ്റിൻ. ക്രിയേറ്റിൻ നിങ്ങൾ യൂസ് ചെയ്യണ്ട, ഒരു കാര്യമില്ല. ക്രിയേറ്റിൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മസിൽസ് ഒന്നും വരാൻ പോകുന്നില്ല. ക്രിയേറ്റിൻ നിങ്ങൾക്ക് മസിൽസ് ഒന്നും കൊടുക്കൂല, ജസ്റ്റ് നിങ്ങളുടെ പെർഫോമൻസിന് ഒരു ചെറുതായിട്ടൊന്ന് എൻഹാൻസ് ചെയ്യും, അത്രേ ഉള്ളൂ. എന്നും പറഞ്ഞ് ബിഗിനേഴ്സ് ഇത് കഴിച്ചിട്ട് ഈ 10 കിലോ 5 കിലോ ഒക്കെ എടുക്കാൻ വേണ്ടി ക്രിയേറ്റിനൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ ബോഡിയിലുള്ള ക്രിയേറ്റിൻ, അതായത് ഫോസ്ഫോ ക്രിയേറ്റിൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന ATP, നിങ്ങൾ ഓൾറെഡി ബോഡി ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ ATP നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ആ ATP വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കുറേ എക്സസൈസ് പെർഫോം ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങളുടെ എന്താ പറയുക, നാച്ചുറൽ സ്ട്രെങ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അതായത് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ന്യൂട്രീഷൻ ആൻഡ് റിക്കവറി. ഓക്കെ, ഫോക്കസ് ഓൺ ബിൽഡിംഗ് നാച്ചുറൽ സ്ട്രെങ്ത് ബൈ ഇംപ്രൂവിങ് യുവർ ന്യൂറോമസ്കുലർ എഫിഷ്യൻസി വിത്തൗട്ട് യൂസിങ് ക്രിയേറ്റിൻ. NME എന്ന് പറഞ്ഞാൽ ന്യൂറോമസ്കുലർ എഫിഷ്യൻസി. അപ്പോൾ ന്യൂറോമസ്കുലർ എഫിഷ്യൻസി നിങ്ങൾ കൂട്ടാം. ഓക്കെ, അപ്പോൾ ന്യൂറോമസ്കുലർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ മസിൽസ്, അതായത് നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് വരുന്ന മോട്ടർ ന്യൂറോൺസ്, അത് കറക്റ്റായിട്ട് ആ ഒരു അഡാപ്റ്റേഷൻ വേണം. വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു അഡാപ്റ്റേഷൻ വേണം. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷനൊക്കെ നിങ്ങൾ സ്ട്രോങ് ആക്കുക. ഒരു നാച്ചുറൽ സ്ട്രെങ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര നിങ്ങൾ പുഷ് ചെയ്യുക നാച്ചുറലി. എന്നിട്ട് നിങ്ങൾ ക്രിയേറ്റിൻ യൂസ് ചെയ്യുക. എന്നാലും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്കൊരു ക്രിയേറ്റിൻ യൂസ് ചെയ്യുന്നതിൽ ഒരു അർത്ഥമുള്ളൂ. ഓക്കെ, ഇപ്പം എൻ്റെ കേസിൽ ഞാൻ സ്ഥിരമായിട്ട് ക്രിയേറ്റിൻ യൂസ് ചെയ്യുന്ന ആളല്ല. ഞാൻ വല്ലപ്പോഴൊക്കെ ക്രിയേറ്റിൻ യൂസ് ചെയ്യും. അതായത് ഞാൻ നാച്ചുറലി മാക്സിമം ഞാൻ പുഷ് ചെയ്യും എൻ്റെ PR. അതായത് ഞാൻ മാക്സിമം ഡെഡ് ലിഫ്റ്റും സ്ക്വാട്ട് ബെഞ്ച് പ്രസ്സൊക്കെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഹെവി ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ ക്രിയേറ്റിൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മാസമൊക്കെ ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒന്നും കൂടി പുഷ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി എടുത്ത ഹെവി വെയിറ്റ് എനിക്ക് ഒന്നും കൂടി പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ എന്താ ചെയ്യുക? ക്രിയേറ്റിൻ്റെ സഹായമില്ലാതെ നമ്മുടെ ബോഡിയിലുള്ള ഫോസ്ഫോ ക്രിയേറ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടാം. അതായത് നമ്മുടെ ബോഡിയിലുള്ള ഫോസ്ഫോ ക്രിയേറ്റിൻ ATP പ്രൊഡക്ഷന് ആവുന്ന ആ ഒരു നാച്ചുറൽ മെക്കാനിസം ഉണ്ടല്ലോ, അതിൻ്റെ എഫിഷ്യൻസി ഒന്ന് കൂട്ടാം നാച്ചുറലി. എന്നിട്ട് നമുക്ക് ഓക്കെയാണ്, നമുക്ക് എന്താ പറയുക, നമുക്ക് ഒന്നുകൂടി ഒന്ന് പുഷ് ചെയ്യണം. ആ ഫെയിലിയർ റെപ്പിലൊക്കെ നമുക്ക് ഒന്നും കൂടി ഹെവി വെയിറ്റിൽ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റിൻ സപ്ലിമെൻറ്റേഷൻ ചെയ്യാം. ഓക്കെ, അതാണ് ഒന്നും കൂടി നല്ലത്. ഇനി ക്രിയേറ്റിന് നോർമലി എടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഫേസ് ഉണ്ട്. അതായത് മെയിൻ്റെനൻസ് ഫേസും ഉണ്ട്, ലോഡിങ് ഫേസ് ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ടതിൽ ഈ പവർ ലിഫ്റ്റേഴ്സൊക്കെ കൂടുതലും ഹെവി ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ലോഡിങ് ഫേസ് ആണ് ചെയ്യുന്നത്. അവർ 20 ഗ്രാമൊക്കെ ഒരു ദിവസം വെച്ചെടുക്കും. അങ്ങനെ ഒരു ആഴ്ചയിൽ അവർ പെട്ടെന്ന് ലോഡ് ചെയ്യും. എന്നിട്ട് അവർ നോർമൽ 3 ഗ്രാം 5 ഗ്രാം വെച്ചിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്നൊരു ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടി, വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് അവർ ഒരു ദിവസത്തിൽ 10 ഗ്രാംസ് 20 ഗ്രാംസ് ഒക്കെ അടിക്കുന്നത്. ഓക്കെ, നമ്മുടെ പോലെ നോർമലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 3 ഗ്രാംസ് മതി ഒരു ദിവസം. ഓക്കെ, ഞാൻ ഹെവി പുഷ് ചെയ്യുന്ന ആളാണ്, എന്നിട്ട് ഞാൻ ഒരു 5 ഗ്രാംസ് ഒക്കെ എടുക്കാറുള്ളൂ ക്രിയേറ്റിൻ. ഓക്കെ, ഒരു ദിവസം 5 ഗ്രാം അല്ലെങ്കിൽ 3 ഗ്രാം. അപ്പോൾ എനിക്ക് 2-3 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും, ക്രിയേറ്റിൻ്റെ എഫക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ക്രിയേറ്റിൻ നമുക്ക് പോസ്റ്റ് വർക്കൗട്ടായിട്ട് എടുക്കാം, പ്രീ വർക്കൗട്ടായിട്ട് എടുക്കാം, അത് മാറ്റർ ചെയ്യുന്നില്ല. അതെങ്ങനെ എടുത്താലും നമുക്ക് എഫക്റ്റീവാണ്. ഓക്കെ, ക്രിയേറ്റിൻ്റെ കുറേ മിത്തുകളുണ്ട്. അതായത് നമ്മുടെ കിഡ്നി അടിച്ചു പോകും, പിന്നെ അതേപോലെ തന്നെ കിഡ്നി അടിച്ചു പോകും, ലിവർ അടിച്ചു പോകും. അതായത് MDMA കാട്ടും മാരകമായ ഒരു സാധനമാണ് ക്രിയേറ്റിൻ. അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കുറേ മിത്തുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ക്രിയേറ്റിൻ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സപ്ലിമെൻ്റ് ആണ്. ഓൾറെഡി അതിന് കുറച്ച്
സ്റ്റഡീസൊക്കെ നടന്നിട്ടുണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺലി അവൈലബിൾ ക്രിയേറ്റിനാണ് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിൻ HCl ഉണ്ട്, ക്രിയേറ്റിൻ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്, ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ്. ഓക്കെ, അതാണ് ഇപ്പോൾ എല്ലാ ഷോപ്പിലും അത് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ് ഇച്ചിരി കൂടി നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റിൻ. ഓൾറെഡി എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസീസ് ഉണ്ട്, കിഡ്നി റിലേറ്റഡ് ഡിസീസ് ഉണ്ടെങ്കിൽ ക്രിയേറ്റിനിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. എന്തെങ്കിലും ഇവിടെ കിഡ്നി, ലിവർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്രിയേറ്റിനിൽ നിന്ന് മാറി നിൽക്കുക. ഇത് ആക്ച്വലി ക്രിയേറ്റിൻ പറഞ്ഞിട്ടുള്ളത് ഈ നോർമൽ ജിം ഗോസ്, അതായത് ഒരു ഡിസീസും ഇല്ല കാര്യങ്ങളും ഇല്ല, ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്ത ആൾക്കാർക്കാണ് ക്രിയേറ്റിൻ സപ്ലിമെൻറ്റേഷൻ. ഓക്കെ, ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെയർ ലോസ് കൂടുന്നു. അപ്പോൾ ആക്ച്വലി ക്രിയേറ്റിൻ യൂസ് ചെയ്യുമ്പോൾ ഹെയർ ലോസ് ചെറുതായിട്ടുണ്ടാവും. കാരണം നമ്മുടെ DHT ലെവൽ, അതായത് DHT എന്ന് പറയുന്നത് ഒരു ടെസ്റ്റോസ്റ്റിറോൺ ഡെറിവേറ്റീവ് ആണ്, അതിൻ്റെ അളവ് ചെറുതായിട്ടൊന്ന് കൂടും. അപ്പോൾ അത് കൂടുമ്പോൾ നമുക്ക് ഓൾറെഡി ഹെയർ ലോസ് ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് കൂടുതലും ജെനറ്റിക്സ് ആണ്. ഹെയർ ലോസ് എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്. ക്രിയേറ്റിൻ അല്ല ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ അല്ല നമുക്ക് ഹെയർ ലോസ് ഒക്കെ വരാൻ. എന്തോ ഒരു മെക്കാനിക്കൽ പാത്വേ വഴി DHTയുടെ ലെവൽ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിയേറ്റിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ ദർ ഈസ് സം ഇൻഡയറക്റ്റ് റിലേഷൻ ടു ഹെയർ ലോസ്. പിന്നെ ക്രിയേറ്റിൻ ആക്ച്വലി പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ്, ചെറുതായിട്ട്, വലിയ അളവിലൊന്നുമല്ല, ചെറുതായിട്ടൊരു നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഒരു 1 സ്റ്റെപ്പ് 2 3 സ്റ്റെപ്സ് ഹൈ ആയിട്ട് നിന്ന് പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ സേഫാണ് സാധനം. വലിയ വെള്ളം കുടിക്കുക, നിങ്ങൾ മാക്സിമം വെള്ളം കുടിക്കുക, എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. ക്രിയേറ്റിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മറ്റേ സ്റ്റെറോയിഡ്സും വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ക്രിയേറ്റിനൊക്കെ ഒന്നുമില്ല. ക്രിയേറ്റിനൊക്കെ ചെറിയൊരു എന്താ പറയുക മുട്ടുസൂചിയാണ്. മറ്റേ ടെസ്റ്റോസ്റ്റിറോൺ, പിന്നെ അതേപോലെ ഡയനബോൾ, അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇവനൊക്കെ കുഞ്ഞി പാവ. ഓക്കെ, ഇവൻ അത്ര വലിയ പെർഫോമൻസ് ചെറുതായിട്ടൊന്ന് ആംപ്ലിഫൈ ചെയ്യും. നാച്ചുറൽ ആൾക്കാർക്ക് ബെസ്റ്റ് സാധനമാണ് ക്രിയേറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത് ജിമ്മി വെച്ച് കാണാം. അപ്പോൾ ആദ്യത്തെ അടിക്കാൻ പോകുന്നത് പുള്ളപ്സ് ആണ്. പുള്ളപ്സിൽ ഞാൻ സ്റ്റാർട്ടിങ് വെയിറ്റ് വെച്ചിട്ട് അടിക്കും. അത് കഴിഞ്ഞിട്ടൊരു 10 അല്ലെങ്കിൽ ഒരു 5 കിലോ വെയിറ്റ്. അതിൽ 4 സെറ്റ് തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു സെറ്റിൽ ഒരു 10 റെപ്പാണ് മിനിമം അടിക്കേണ്ടത്. 10 റെപ്പ് മാക്സിമം. ഇൻ കേസ് ഇന്ന് 10 റെപ്പ് പോകുന്നില്ലെങ്കിൽ അടിക്കാൻ പറ്റുന്ന അത്ര അടിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ എക്സസൈസ്, പുള്ളപ്സ്. പുള്ളപ്സ് ആകുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഈ ഒരു സ്ട്രെച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ സ്ട്രെച്ച് നമുക്ക് വിങ്സിലോട്ട് മാക്സിമം ഒരു ഡയറക്റ്റ് സ്ട്രെച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് പുള്ളപ്സ് അടിക്കാൻ. പിന്നെ നമ്മൾ മെഷീൻസിലോട്ട് പ്രൊസീഡ് ചെയ്യും. മെഷീൻ്റെ പേരെന്താണ്? മെഷീൻ. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ അടിക്കാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു മെഷീനാണ്. കാരണം നമുക്ക് ഈ ലാറ്റ്സ് മസിൽസിന്റെ അകത്തുള്ള കുറെ മസിൽസ് ഉണ്ട്. ഇതിന്റെ
ചെറിയ ഡെപ്ത് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള കുറേ മസിൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആക്ടിവേറ്റ് ആവും ഈ ഒരു എക്സസൈസിന്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അഞ്ജന 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 പായ 140 അടിക്കും. 120 അഞ്ജനേ ഇന്നീ പായ അസലി രസ്മണി സുരുപ്പൊട് കഥകൾ കുടുകുടു കഥകൾ നനി വാഴ ഞാൻ ഒരു മഴവാഴ കമോൺ അഞ്ജന എങ്കടാ സ്വന്തം വീടി കൂടാതെ സ്വപ്നം കണ്ടേ സ്വന്തം വീടി കൂടാതെ സ്വന്തം വീടി അയ്യോ ഈ ഒരു മെഷീന് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് അടിക്കണം. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ലാറ്റ് പുൾ ഡൗൺ ഞാൻ ചെയ്തു കഴിഞ്ഞു. അങ്ങോട്ട് വിചാരിച്ച് ഇതിൽ നമുക്ക് റിവേഴ്സ് ഇരുന്നിട്ട് ഇങ്ങനെ അടിയാം.
ആകുമ്പോൾ നമുക്ക് മാക്സിമം ലാറ്റ് നല്ലോണം കോൺട്രാക്ട്, അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇതിലൊരു മോഡറേറ്റ് വെയിറ്റ് അടിക്കാം, കൂടുതൽ ഹെവി അടിക്കുന്നില്ല. കാരണം നമുക്കിപ്പോൾ ഹൈപ്പർട്രോഫി ഫീസല്ലേ, അപ്പോൾ മാക്സിമം കൺട്രോളായിട്ട് തന്നെ മാക്സിമം റെപ്പിറ്റേഷൻ അടിക്കാൻ നിർത്തിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിങ്സിനടിച്ച് വിങ്സ്. ഓക്കെ, അപ്പോൾ വിങ്സിനടിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് വെയിറ്റഡ് പുളപ്സ് ആയിരുന്നു. വെയിറ്റഡ് പുളപ്സ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വെയിറ്റഡ് പുളപ്സ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മാക്സിമം സ്ട്രെച്ച് കിട്ടാൻ വേണ്ടിയാണ് വിങ്സിൽ, ലാറ്റ് മസിൽസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് പിന്നെന്താ ചെയ്തത്, ലാറ്റ് പുൾ ഡൗൺ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സീറ്റഡ് റോ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പർ ബാക്കിൽ, പിന്നെ ട്രാപ്സ്. അപ്പോൾ ഇത് 4 എക്സസൈസുമാണ് ഞാൻ ചെയ്തത്. 5 എക്സസൈസ് എനിക്കറിയില്ല. എല്ലാ എക്സസൈസിലും 4 സെറ്റ്, ഒരു സെറ്റിൽ അറ്റ്ലീസ്റ്റ് 10. ഓക്കെ, അപ്പോൾ മാക്സിമം നമുക്ക് ആ ഒരു എന്താ പറയുക, നമുക്ക് ആ മസിൽ സ്ട്രെച്ചാണ് ഇന്ന് ഫോക്കസ് ചെയ്തത്. അപ്പോൾ അത്ര വെയിറ്റ് ഒന്നും ഇട്ടില്ല, ഒരു മോഡറേറ്റ് വെയിറ്റിൽ മാക്സിമം റെപ്പിറ്റേഷൻ അടിച്ചിട്ടാണ് ഇന്ന് ഫോക്കസ് ചെയ്തത്. പിന്നെ ലാറ്റ് പുൾ ഓവർ ചെയ്തത് നല്ല മെഷീനാണ് ഈ സാധനം. ഇത് ചെയ്യുന്നതിലൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അകത്ത് നമ്മൾ ടാർഗറ്റ് ചെയ്യാത്ത കുറേ മസിൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ആ മസിൽ ഗ്രൂപ്പ്സിന് ഈ നല്ല സൂപ്പറാണ് ലാറ്റ് പുൾ ഓവർ. അപ്പോൾ അതെനിക്ക് ഞാനൊരു 3 സെറ്റാണ് ചെയ്തത്. ആദ്യത്തെ സെറ്റ് ഒരു മോഡറേറ്റ് വെയിറ്റ് ആയിരുന്നു, രണ്ടാമത്തെ സെറ്റ് കുഴപ്പമില്ലാത്തൊരു വെയിറ്റ് ആയിരുന്നു, മാക്സ് റെപ്പിറ്റേഷൻ അടിച്ച് ചെയ്തു. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഫാമിലിക്കൊക്കെ സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും വർക്കൗട്ട് ചെയ്യുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു അടുത്ത ഹൈപ്പർട്രോഫി ഫേസ് ലിഫ്റ്റിൻ്റെ വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ.